ഭരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈകളിലായതു മുതൽ ഇന്ത്യയോട് ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ കാത്തുനിൽക്കുകയാണ് രാജ്യങ്ങൾ. കൃത്യമായ നിലപാടുകളും ഉറച്ച തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുന്നത് കൊണ്ട് തന്നെ രാജ്യം വൻ സാമ്പത്തിക ശക്തിയായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ കൃത്യമായ ഉദാഹരണമാണ് നോർഡിക് രാഷ്ട്രം 108ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ ന്യൂഡൽഹിയും ഹെൽസിംകിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ശക്തി എടുത്തു കാണിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഫിൻലാൻഡ് അംബാസഡർ കിമ്മോ ലഹ്ഡെവിർത്ത ഭീകരതയ്ക്കെതിരായ ഫിൻലാൻഡിന്റെ ഉറച്ച നിലപാട് ആവർത്തിച്ചത്. വ്യാഴാഴ്ച ദേശീയ തലസ്ഥാനത്ത് നടന്ന ഒരു ആഘോഷ പരിപാടിയിൽ സംസാരിച്ച അംബാസഡർ ലഹ്ഡെവിർത്ത നിരവധി നിർണായക മേഖലകളിൽ ഇരു രാജ്യങ്ങളും പങ്കിടുന്ന പൊതു മുൻഗണനകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇന്ന് നമ്മൾ ഫിൻലാൻഡിന്റെ 108ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഫിൻലാൻഡിനും ഇന്ത്യക്കുമിടയിലുള്ള സൗഹൃദവും പങ്കാളിത്തവും ആഘോഷിക്കുന്നതിനാൽ ഇതൊരു മികച്ച ദിവസമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റലൈസേഷൻ, വിദ്യാഭ്യാസം, സുസ്ഥിരത, നവീകരണം തുടങ്ങിയ പൊതുവായ മുൻഗണനകൾ നമുക്കുള്ളതിനാൽ ഇത് പലതരത്തിൽ നമ്മെ ഒന്നിപ്പിക്കുന്ന ഒന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഗോള സമാധാനത്തോടും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളോടുമുള്ള ഫിൻലാൻഡിന്റെ പ്രതിബദ്ധത ആവർത്തിച്ചു പറഞ്ഞ പ്രതിനിധി തന്റെ രാജ്യം നിയമവാഴ്ചയെയും അന്താരാഷ്ട്ര ഉടമ്പടികളെയും ബഹുമാനിക്കുന്നുണ്ടെന്നും എല്ലാത്തരം ഭീകരതയ്ക്കെതിരെയും എതിർക്കുന്നുണ്ടെന്നും ഊന്നി പറഞ്ഞു. നിയമവാഴ്ചയെയും അന്താരാഷ്ട്ര ഉടമ്പടികളെയും ബഹുമാനിക്കുന്ന രാജ്യമാണ് ഫിൻലാൻഡ്. എല്ലാത്തരം ഭീകരതയ്ക്കും ഞങ്ങൾ എതിരാണ്. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെ നേരിടുന്നതിന് ഏകീകൃത സമീപനത്തിന് ആഹ്വാനം ചെയ്യുന്നതിൽ ഇന്ത്യ മുൻപന്തിയിലാണ്. തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. സമീപകാലത്ത് ഇന്ത്യ അത്തരം 2 സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഏപ്രിൽ 22-ന് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബ അനുബന്ധ പ്രോക്സി സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ജമ്മു കാശ്മീരിലെ പഹൽഗാം മേഖലയിൽ നടത്തിയ ഭീകരാക്രമണത്തിൽ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ടു. അതിനിടെ നവംബർ 10-ന് ഡൽഹിയിലെ പ്രശസ്തമായ ചെങ്കോട്ടയ്ക്ക് സമീപം ഒരു കാർ സ്ഫോടനം നടന്നു. അതിൽ കുറഞ്ഞത് 15 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്ഫോടനം ഒരു ഭീകര സംഭവമാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് കേന്ദ്ര മന്ത്രിസഭ പിന്നീട് ഒരു പ്രമേയം പുറത്തിറക്കി. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഫിൻലൻഡും ഇന്ത്യയും വളരെ കാലമായി സൗഹൃദപരവുമായ ബന്ധങ്ങൾ പങ്കിട്ടിട്ടുണ്ട്. സമീപ വർഷങ്ങളിൽ ഗവേഷണം, നവീകരണം, പരസ്പര നിക്ഷേപം എന്നിവയിലെ സഹകരണം ഉൾപ്പെടെ അവരുടെ ബന്ധം വികസിച്ചു. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ന്യൂഡൽഹി നടത്തിയ പ്രതികാര നടപടിയെ തുടർന്ന് ജൂൺ 1 ഫിന്നിഷ് പ്രതിനിധി ഇന്ത്യയുടെ പൗരന്മാരെ സംരക്ഷിക്കാനുള്ള അവകാശത്തെയും കടമയെയും രാജ്യം പിന്തുണയ്ക്കുന്നുവെന്ന് പ്രസ്താവിച്ചു. അതേസമയം നവംബർ 6-ന് ഇന്ത്യയും ഫിൻലാൻഡും വ്യാഴാഴ്ച ഹെൽസിംകിയിൽ 13ാമത് വിദേശകാര്യ ഓഫീസ് കൺസൾട്ടേഷനുകൾ നടത്തി. ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ ശ്രേണിയും അവലോകനം ചെയ്തിരുന്നു. വ്യാപാരം, നിക്ഷേപം, ഡിജിറ്റലൈസേഷൻ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, 5G, 6G, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സുസ്ഥിരത, ക്ലീൻ ടെക്നോളജിക്കൽ, സർക്കുലർ സമ്പദ് വ്യവസ്ഥ, വിദ്യാഭ്യാസം, ഗവേഷണം, വികസനം, ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ, മൊബിലിറ്റി എന്നിവയിലെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സമ്മതിച്ചു. ഇന്ത്യ ഫിൻലൻഡ് വിദേശകാര്യ ഓഫീസ് കൺസൾട്ടേഷനുകൾ ഇന്ന് ഹെൽസിംകിയിൽ നടന്നു. സെക്രട്ടറി സിബി ജോർജും സ്ഥിരം സ്റ്റേറ്റ് സെക്രട്ടറി ജുക്ക സലോവാരയും സഹ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ ഫിൻലൻഡ് ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ ശ്രേണിയും അവർ അവലോകനം ചെയ്യുകയും ചെയ്തു. വ്യാപാരം, നിക്ഷേപം, ഡിജിറ്റലൈസേഷൻ, കമ്പ്യൂട്ടിംഗ്, 5G, 6G, AI, സുസ്ഥിരത, ക്ലീൻ ടെക്നോളജിക്കൽ, സർക്കുലർ സമ്പദ് വ്യവസ്ഥ, വിദ്യാഭ്യാസം, ഗവേഷണം, വികസനം, ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ, മൊബിലിറ്റി എന്നീ മേഖലകളിൽ അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ സമ്മതിക്കുകയും ചെയ്തു. ജയ്സ്വാൾ എക്സിൽ പോസ്റ്റ് ചെയ്ത് ഇങ്ങനെയാണ്: യൂറോപ്യൻ യൂണിയനിലും നോർഡിക് മേഖലയിലും ഫിൻലാൻഡിനെ ഒരു വിലപ്പെട്ട പങ്കാളിയായി ഇന്ത്യ കണക്കാക്കുന്നുണ്ട്. ഇന്ത്യ EU FTA-യുടെ ആദ്യകാല സമാപനത്തിന് ഫിന്നിഷ് പക്ഷം പിന്തുണ ആവർത്തിച്ചു. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ ഇരു കക്ഷികളും കാഴ്ചപ്പാടുകൾ കൈമാറുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.